പ്ലം കേക്ക് സ്പൈസ് മിക്സിനായിട്ട് 4 കഷ്ണപ്പട്ട, 10-12 കരാമ്പൂ, 1 ജാതിക്ക നന്നായിട്ട് പൗഡർ ചെയ്തെടുക്കണം. കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പൗഡറായി കിട്ടില്ല. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ആഡ് ചെയ്തിട്ട് പൗഡറാക്കി എടുത്തതാണ്. കുറച്ച് കാഷ്യൂസും ആൽമണ്ട്സും വേണം. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ഡേറ്റ്സ്, ബ്ലാക്ക് റേസിൻസ്, ടൂട്ടി ഫ്രൂട്ടി, ചെറീസ് എല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ 2 കപ്സ് അതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് കുറച്ച് ജിഞ്ചർ ക്യാൻഡി പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ. കാരമലൈസ് ചെയ്യാനായിട്ട് ചുവടുകെട്ടുള്ള ഒരു പാത്രത്തിൽ 1/2 കപ്പ് ഷുഗർ ഇടുക. ഏറ്റവും സിമ്മിൽ ഫ്ലെയിം വെച്ചതിന് ശേഷം കുറച്ച് ടൈം കഴിഞ്ഞാൽ ഇതേപോലെ ഗോൾഡൻ ഷെയ്ഡാവും, ഫുള്ളായിട്ട് മെൽറ്റ് ആവണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുക. പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക. കുറച്ച് കട്ട പിടിച്ച പോലെ ഉണ്ടാവും, പക്ഷേ ചൂടായി കഴിഞ്ഞാൽ കറക്റ്റായി വരും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മിക്സിലേക്ക് നമ്മൾ ഡ്രൈ ഫ്രൂട്ട് മിക്സ് ആഡ് ചെയ്യുക. ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഓറഞ്ച് ജ്യൂസാണ്. ഫ്രഷ് ആയിട്ട് എടുത്ത ഓറഞ്ച് ജ്യൂസ് വേണം. കുരുവൊന്നും പെടരുത്, കയ്പരസം വരും. അപ്പോൾ സ്ക്വീസ് ചെയ്തെടുത്ത ഓറഞ്ച് ജ്യൂസ് 1 കപ്പ്. ഓറഞ്ച് ജ്യൂസ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓറഞ്ച് ജ്യൂസിൽ കിടന്നിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് നല്ല വറ്റി വരണം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച സ്പൈസ് മിക്സിൽ നിന്ന് ഒരു നുള്ള് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഓറഞ്ച് ജ്യൂസൊക്കെ വറ്റി കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഹണിയും കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ വീഡിയോ ഇതിൽ കട്ടായി പോയിട്ടുണ്ട്, അപ്പോൾ ഹണി ചേർക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ടും ഉണ്ടാക്കാം, തലേ ദിവസം ഉണ്ടാക്കി വെക്കാം, കുഴപ്പമൊന്നുമില്ല. പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് കാരമൽ സോസ് വേണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ 1/2 കപ്പ് ഷുഗർ ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ വെക്കുക. എല്ലാ ഷുഗറും മെൽറ്റായി വരുമ്പോൾ ഗോൾഡൻ ബ്രൗൺ കളറാവും. ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ 1/4 കപ്പ് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്താൽ കട്ട പിടിക്കും, കുഴപ്പമില്ല. നന്നായിട്ട് മിക്സ് ചെയ്താൽ കറക്റ്റായിട്ട് വരും. ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കണം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ആക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, സോൾട്ട് 1 പിഞ്ച്, പിന്നെ നേരത്തെ പൊടിച്ച് വെച്ച സ്പൈസ് പൗഡർ 1/4 ടീസ്പൂൺ. എല്ലാം കൂടിയിട്ട് നന്നായിട്ട് സിഫ്റ്റ് ചെയ്യുക. 2 ടൈംസെങ്കിലും സിഫ്റ്റ് ചെയ്തെടുക്കുക. നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഡ്രൈ ഫ്രൂട്ട് മിക്സിലേക്ക് ഈ ഫ്ലോർ മിക്സ് 2-3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. ഇതെന്തിനാന്ന് വെച്ചാൽ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഫ്രൂട്ട്സൊക്കെ താഴെ പോകാതിരിക്കാനാണ്. ഫ്രൂട്ട് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ഡ്രൈ ബൗൾ എടുത്തതിന് ശേഷം അതിലേക്ക് 150 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ, റൂം ടെമ്പറേച്ചർ ആയിരിക്കണം. നന്നായിട്ട് ബീറ്റ് ചെയ്ത് ക്രീമി ആക്കണം. ക്രീമി ആയി വന്നാൽ ഇതിലേക്ക് 1/2 കപ്പ് ബ്രൗൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. ഷുഗർ വേണമെങ്കിലും ആഡ് ചെയ്യാം, ബ്രൗൺ ഷുഗറാണ് ഏറ്റവും നല്ലത്. ബട്ടറും ബ്രൗൺ ഷുഗറും നന്നായിട്ട് മിക്സായി വന്നാൽ അതിലേക്ക് എഗ്ഗ് 1 by 1 ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ബട്ടറിലേക്ക് എഗ്ഗ് ആഡ് ചെയ്യുമ്പോൾ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു എഗ്ഗ് ചേർത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഫ്ലോർ മിക്സും കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ പിരിഞ്ഞ് വരുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇനിയിപ്പോൾ പിരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ബേക്ക് ചെയ്യുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഞാൻ ഓരോ എഗ്ഗ് ചേർക്കുമ്പോഴും ഫ്ലോർ മിക്സ് ആഡ് ചെയ്തിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. അങ്ങനെ 3 എഗ്ഗും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കണം.
എല്ലാം മിക്സായി വന്നാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്യണം. പിന്നെ പൈനാപ്പിൾ എസൻസ് 1/2 ടീസ്പൂൺ. പിന്നെ വേണ്ടത് പൈനാപ്പിൾ ജാം 2 ടേബിൾ സ്പൂൺ. എല്ലാം കൂടിയിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ആഡ് ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കാരമൽ സോസ് ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ആഡ് ചെയ്ത ബ്രൗൺ ഷുഗർ ലൈറ്റ് കളറായിരുന്നു, അതുകൊണ്ട് ബാറ്ററിന് അത്രയും കളർ വന്നില്ല. അപ്പോൾ ഞാനൊരു 2 ഡ്രോപ്സ് ബ്രൗൺ കളറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, നമ്മൾ ശരിക്കുള്ള പ്ലം കേക്കിൻ്റെ കളറ് കിട്ടാനായിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഓറഞ്ച് ജസ്റ്റ് 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കണം. ബാറ്ററിലേക്ക് ഫ്ലോർ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, സ്പാച്ചുല വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട് മിക്സ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 1/4 കപ്പ് നട്ട്സും കൂടെ ആഡ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ബേക്ക് ടീനിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബേക്ക് ടീന് ഫുള്ളായിട്ട് ബട്ടർ പേപ്പറായിട്ട് കവർ ചെയ്യണം. മൈദ ഇടേണ്ട ആവശ്യമില്ല, ഓയിൽ ജസ്റ്റ് സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ച് കവർ ചെയ്താൽ മതി. ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ട് ഓവനിലേക്ക് വെക്കാം. ഓവനിൽ എനിക്കെടുത്തത് 160 ഡിഗ്രിയിലാണ് ബേക്ക് ചെയ്തത്. 1 ഹവറും 15 മിനിറ്റ്സും എടുത്തു കേട്ടോ. അപ്പോൾ ഓരോ ഓവനും ടൈമിങ് വ്യത്യാസം ഉണ്ടാവും. ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിലും 1 ഹവർ 1.5 ഹവറൊക്കെ എടുക്കും. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യുക എല്ലാവരും. പിന്നെ ഫൈനലായിട്ട് കാഷ്യൂസും കൂടി അതിൻ്റെ മേലെ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യാൻ വെച്ചത്.